നമസ്കാരം, എന്തൊരു വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്വാഷ് ആണ്. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി കുറേ ദിവസങ്ങളായി, ചേച്ചി നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്, എന്തെങ്കിലും ജ്യൂസാ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഇടാനൊക്കെ പറഞ്ഞ് കുറേ ദിവസമായിട്ട് കുറേ നടക്കുന്നു. അപ്പോൾ ഞാൻ ഈ സ്ക്വാഷ്, അതായത് നമ്മുടെ നെല്ലിക്ക സ്ക്വാഷിനെ ഞാൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ചെയ്ത് കാണിച്ചു തരാന്ന്. അപ്പോൾ ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കുകയാണ്. ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ നെല്ലിക്കയുടെ സീസൺ ആണ്, അപ്പോൾ നല്ല ഹെൽത്തിയാണ്. പിന്നെ നമ്മുടെ സ്ക്വാഷ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിലെ എന്താ പറയുക, വീട്ടിൽ നമ്മുടെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ക്വാഷ് ആണ്. അന്ന് രസനൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സ്ക്വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ സ്ക്വാഷ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രസ്നയിലേക്ക് പോയി. രസ്ന കഴിഞ്ഞ് പിന്നെ വല്ല ഗൾഫുകാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്തായിരുന്നു, ടാങ്കായി. അങ്ങനെ പടിപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴും പക്ഷേ സ്ക്വാഷിനോടുള്ള ആ ഒരു നൊസ്റ്റാൾജി ഇതുവരെ മാറില്ല മലയാളികൾക്ക് അല്ലേ? അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ നെല്ലിക്ക കൊണ്ടുള്ള സ്ക്വാഷ്. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഫാൻസ് ക്ലബ്ബ് 20,000 മെമ്പേഴ്സ് കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണവും സ്നേഹവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന പിടിയും കോഴിയും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നോയമ്പായതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റർ വരുമ്പോൾ ഈസ്റ്ററിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫോട്ടോസൊക്കെ അയച്ചാൽ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് നെല്ലിക്ക കൊണ്ടുള്ള സ്ക്വാഷ് തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെല്ലിക്ക സ്ക്വാഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു വലിയ ക്യാരറ്റിൻ്റെ ഒരു 3/4 ഭാഗത്തോളം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു എമൗണ്ടിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് 1 കിലോ നെല്ലിക്ക ഉള്ളൂ. കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഹെയർ ഓയിൽ. അപ്പോൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച നെല്ലിക്കയുടെ ബാക്കിയാണിത്. അപ്പോൾ വേറെ ഇല്ല. അപ്പോൾ ഒരു 1/4 കിലോ നെല്ലിക്ക വെച്ചിട്ട് എങ്ങനെയാണ് സ്ക്വാഷ് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. 1/2 കിലോ നെല്ലിക്ക വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഇരട്ടി എടുത്താൽ മതിയാവും. അപ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് നെല്ലിക്കയുടെ ജ്യൂസ് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം തന്നെ അരിയുക. നന്നായി കഴുകി വെച്ചിരിക്കുന്ന നെല്ലിക്കയാണിത്. അതിനുശേഷം നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നെല്ലിക്ക ഞാൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. നെല്ലിക്ക ഡെയിലി കഴിക്കണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പക്ഷേ സീസണിൽ നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ ഇതേപോലെ സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് വളരെ നല്ലതാണ് നെല്ലിക്ക ജ്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ നെല്ലിക്ക ചുമ്മാ പഞ്ചസാര ഒന്നും ഇല്ല ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ കുട്ടികളിപ്പോൾ അങ്ങനെ കുടിക്കില്ലല്ലോ. അതുകൊണ്ട് സ്ക്വാഷൊക്കെ ആയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് പറയണ്ട, നെല്ലിക്ക എന്ന് പറയാണ്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. നമ്മൾ നെല്ലിക്ക എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് ആകെ സീൻ കോൺട്രി ആവുക. ഇപ്പോൾ അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പിള്ളേർ കുടിച്ചോളും. വലിയൊരു എമൗണ്ടിലൊന്നും കൊടുക്കൊന്നും വേണ്ട, ചെറിയൊരു ഗ്ലാസ്സിൽ കൊടുത്താൽ മതി. നമുക്ക് നല്ലതാണ്. പക്ഷേ നമ്മളൊക്കെ കുടിക്കുമ്പോൾ പഞ്ചസാര ഒന്നും ഇല്ലാണ്ട് സാധാരണ രീതിയിൽ നെല്ലിക്ക ജ്യൂസ് അടിച്ച് അങ്ങ് കുടിക്കുക. നെല്ലിക്ക പലതരത്തിൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും. അത് ഞാൻ പിന്നെ വേറൊരു അവസരത്തിൽ കാണിച്ചു തരാം. തൽക്കാലം നമുക്കിന്ന് സ്ക്വാഷ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ നെല്ലിക്ക ഞാൻ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആക്ച്വലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഷിന് കളർ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ക്യാരറ്റ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ ക്യാരറ്റ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ല ഇതിൽ. അപ്പോൾ ക്യാരറ്റിൻ്റെ അളവ് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോൾ ആ കളർ കാണുമ്പോൾ, അല്ലെങ്കിൽ നെല്ലിക്ക സ്ക്വാഷ് എന്ന് പറയുമ്പോൾ ഒരു കളർലെസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അത് കാണാനൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ക്യാരറ്റും ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലോട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വലിയ മിക്സിയുടെ ജാർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 പ്രാവശ്യമായിട്ട് അടിച്ചു കൊടുത്താലും മതി. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം ഒഴിക്കാൻ പോണത്. കാരണം നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരയില്ല. മാത്രമല്ല ഇതിലത്തെ ജ്യൂസ് കംപ്ലീറ്റ് എടുക്കാൻ പറ്റില്ല. നമുക്കിത് നന്നായി അരച്ചതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പെടുക്കുക. അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ കുട്ടികളെയാണ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇത് നെല്ലിക്ക ജ്യൂസ് എങ്ങനെയെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഇതിലത്തെ ജ്യൂസ് നമുക്ക് പിരിഞ്ഞെടുക്കാം. ബാക്കി വരുന്ന ഇതിൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം എടുത്ത് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ട. നമുക്ക് വേണമെങ്കിൽ കുടിക്കാം. കുറച്ച് ഹണിയൊക്കെ ഒഴിച്ചിട്ട് ശേഷം കുടിക്കാവുന്ന, വെറുതെ കളയണ്ട. അപ്പോൾ മാക്സിമം ഇതിലത്തെ ജ്യൂസ് നമുക്ക് അരിച്ചൊഴിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കട്ടെ എത്ര ജ്യൂസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതെന്ന് അറിയാൻ.
നമുക്ക് 2 ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന ഷുഗർ സിറപ്പിൻ്റെ അളവിലും മാറ്റങ്ങൾ വരും. ഓക്കെ, നെല്ലിക്കയും ക്യാരറ്റും ജ്യൂസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ്, ഇഞ്ചിയും ലെമനും. അപ്പോൾ ലെമൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഓരോ ലെമൻ്റെയും ജ്യൂസിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഒരു 3 ലെമൺ ഞാൻ എടുത്ത് ആദ്യം തന്നെ നോക്കും. അതിനുശേഷം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ജ്യൂസ് അധികം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലെമൺ എടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഇത് 2 കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇഞ്ചി വളരെ നല്ലതാണ് നമ്മുടെ സ്ക്വാഷിൽ ചേർക്കുന്നത്. വയറിനൊക്കെ വളരെ നല്ലതാണ് ഇഞ്ചി ചേർക്കുന്നത്. കുട്ടികൾക്ക് ഇപ്പോൾ ഇഞ്ചി വേണ്ട എന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒഴിവാക്കാൻ കേട്ടോ. പക്ഷേ ഞാനെപ്പോഴും ഇഞ്ചി ഇടാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇഞ്ചി ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം ഇതേപോലെ തന്നെ ജ്യൂസ് ആക്കിയതിന് ശേഷം നമുക്ക് അരിച്ച് മാറ്റി വെക്കണം. ഓക്കെ, അതേപോലെ തന്നെ ലെമനും ജ്യൂസ് ആക്കിയതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ 1/2 ഗ്ലാസ് ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊരു 7 ചെറുനാരങ്ങ വേണ്ടി വന്നു കേട്ടോ ഇത്രയും കിട്ടാൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കയ്യിലുള്ള ചെറുനാരങ്ങ അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ചെറിയ നമ്മൾ സാധാരണ ഇന്ത്യൻ ലെമൺ അല്ലാന്നുണ്ടെങ്കിലും ഇപ്പോൾ വലിയ ലെമൺ വെച്ചിട്ടാണെങ്കിലും പിഴിഞ്ഞെടുക്കാവുന്നതില്ല. അപ്പോൾ വലിയ ലെമൺ എന്നുണ്ടെങ്കിൽ 2 ലെമൺ കൊണ്ട് തന്നെ ഇത്രത്തോളം കിട്ടും. അപ്പോൾ ഏത് ലെമൺ ആയാലും കുഴപ്പമില്ല, ഫ്രഷ് ലെമൺ ജ്യൂസ് ആയിരിക്കണം. അതല്ലാതെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലെമൺ ജ്യൂസ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് എടുക്കാൻ പാടില്ല. ഫ്രഷ് ആയിട്ടുള്ള ലെമൺ ജ്യൂസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി നീരും ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് ഇഞ്ചി നീരും പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഷർബത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. കടായിലോട്ട് നമുക്ക് 3 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ശർക്കര ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും സർബത്ത് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര തന്നെയാണ് ഉപയോഗിക്കാറ്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഗ്യാസ് ഓൺ ചെയ്യുക. ഇതിലത്തെ പഞ്ചസാര നന്നായി അലിയണം. ക്യാരറ്റും നെല്ലിക്കയും കൂടെയുള്ള ജ്യൂസ് നമുക്ക് 2 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ജിഞ്ചറിൻ്റെ ജ്യൂസ് 1 ഗ്ലാസ്, അങ്ങനെ 3 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നന്നായി അലിയണം. നമുക്കിനി ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ ജ്യൂസ് നമ്മൾ കുറച്ച് അവസാനം ഒഴിച്ച് കൊടുക്കുള്ളൂ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഇതിൽ ഓൾറെഡി നിറയെ വെള്ളം ഉള്ളതുകൊണ്ട് ഇത്ര വെള്ളം പാടില്ല. കുറഞ്ഞ് കിടന്ന് വറ്റി കുറച്ച് നല്ല തിക്കാവണം നമ്മുടെ കൺസിസ്റ്റൻസി. അപ്പോഴാണ് റിയൽ ആയിട്ടുള്ള സ്ക്വാഷിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഞാനിതിലേക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ ജ്യൂസ് അവസാനം ഒഴിച്ച് കൊടുത്താൽ മതി. അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിക്കാവുന്ന സമയത്ത് മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഇതിലിട്ട് നന്നായി അത്യാവശ്യം തിക്കാവുന്ന വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇത് പല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. ചിലർ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിക്ക പുഴുങ്ങിയെടുക്കും. കുക്കറിൽ വെച്ച് പുഴുങ്ങി അതിലത്തെ വെള്ളം എടുക്കും. അതുപോലെ തന്നെ അരച്ച് ഒഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ എല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. ഇതിപ്പോൾ അനു തന്ന റെസിപ്പിയാണ്. എൻ്റെ ഫ്രണ്ട് അനുവിന് അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അനുവിന് കോട്ടയത്ത് ഒരു ആൻറ്റി കൊടുത്ത റെസിപ്പിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എല്ലാവർക്കും സർപ്രൈസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അറിയുന്നില്ല, ഇത് നെല്ലിക്കാന്നൊന്നും അറിയുന്നില്ല. കാരണം നമ്മൾ ലെമൺ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഇതിൽ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, ജിഞ്ചർ ഉണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ നല്ലതുമാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ശർക്കര നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ശർക്കര ഞാൻ സാധാരണ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ശർക്കരയുടെ അളവെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ചെറിയൊരു പോർഷൻ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നന്നായിട്ടിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. നമുക്കത് അരിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും ബ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അരിച്ചെടുക്കണം. കാരണം പഞ്ചസാരയിൽ എന്തെങ്കിലും കഴുക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇതങ്ങ് തിളക്കട്ടെ. നെല്ലിക്ക കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നെല്ലിക്ക വാങ്ങിച്ച് വെക്കും. പിന്നെ മറന്നു പോകുന്നേ, ഫ്രിഡ്ജിലങ്ങ് ഇരിക്കും. അതാണ് കുഴപ്പം. ഞാൻ എല്ലാം ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നാട്ടിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ എടുത്ത് തരാനുള്ള ആയതുകൊണ്ട് ഒക്കെ കഴിച്ചു പോകും. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മളങ്ങ് മറന്നു പോകും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കും ശരിക്കും. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും വരുന്ന പോലെ തന്നെ എനിക്കും സംഭവിക്കുന്നുണ്ട്. പക്ഷേ റൊട്ടീനൊക്കെ നമുക്കൊന്ന് മാറ്റണം. നമുക്ക് വേണ്ടി നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണ്ടേ. നമ്മൾ വീട്ടമ്മമാർ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടപ്പിലായി കഴിഞ്ഞാൽ നമ്മുടെ വീടേ താളം തെറ്റും അല്ലേ. പിള്ളേരുടെ കാര്യങ്ങളും കെട്ടിയവൻ്റെ കാര്യം പിന്നെയും അവർ ചെയ്തോളും നിൽക്കുക. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ അമ്മമാർ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നോക്കണം. ഈ പറയുന്ന ഞാൻ അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല. അതുകൊണ്ട് എനിക്കും എൻ്റെ ജീവിതത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ട്. നമുക്കൊന്ന് ആലോചിച്ചാലോ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് അല്ലേ. അപ്പോൾ നമുക്കിത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. കുറച്ച് കണ്ടിന്യൂസ് ആയി ഇളക്കണമെന്നൊന്നുമില്ല. തിക്കായി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ആ നെല്ലിക്കയുടെ ബാക്കി ഉണ്ടായിരുന്നില്ലേ നമ്മൾ കൊറ്റൻ, അതിൽ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി കുടിക്കാൻ പോവുകയാണേ. കൊള്ളാട്ടോ. ഡെയിലി ബുദ്ധി തോന്നിയിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു അല്ലേ. അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ അമ്മമാരുടെ അടുത്തില്ലാത്തതിൻ്റെയും ഒക്കെ കുറവുകൾ ശരിക്കും മനസ്സിലാവാം. അപ്പം അമ്മയൊക്കെ ഉണ്ടെങ്കിൽ മോളെ കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകെ നടക്കും, നമ്മളെ കഴിപ്പിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് അല്ലേ. പക്ഷേ ഇവിടെ ആകുമ്പോൾ എന്താ, നമ്മളെ അമ്മയായി നമ്മൾ നമ്മുടെ മക്കളുടെ പുറകെ നടക്കുന്നു, നമ്മളെ കഴിപ്പിക്കാൻ ആരുമില്ല. ശരിക്കും ആലോചിക്കുമ്പോൾ സങ്കടം തോന്നും ചിലപ്പോൾ. കുട്ടി തന്നെയായിരുന്നാൽ മതി ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നും.
ഈ വയ്യാതിരിക്കുമ്പോൾ പനി പിടിച്ച് കിടക്കുമ്പോൾ മൂടി പൊതിച്ച് കിടന്നുറങ്ങാനും എത്ര നേരം വേണമെങ്കിലും നമുക്ക് കിടക്കാൻ പറ്റില്ലേ. ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾക്ക് പനിയാണെങ്കിലും നമ്മൾ നേരത്തെ തന്നെ എണീക്കണം, നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നമുക്കൊന്ന് കിടക്കാൻ പറ്റുമോ? കംപ്ലൈൻറ്റ് പറയല്ല, പക്ഷേ ചില സമയത്ത് കുഞ്ഞായിരുന്നെങ്കിലെന്ന് ആലോചിച്ച് പോകും. അപ്പോൾ നന്നായിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പതയൊക്കെ വരാൻ തുടങ്ങി. നമുക്ക് ഈ പത നമുക്ക് റിമൂവ് ചെയ്യണം കേട്ടോ. അവസാനം ഈ പത നമുക്ക് ഇങ്ങനെ എടുത്ത് കളയണം. പക്ഷെ നന്നായി തിളക്കട്ടെ, കുറച്ചും കൂടെ. ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ പത അങ്ങ് മാറ്റി കളയണം കുറച്ച് കഴിയുമ്പോൾ. പത നമ്മൾ സ്ക്വാഷിൽ ഇടാൻ പാടില്ല. പിന്നെ മാത്രമല്ല ഇതിൻ്റെ തിക്നെസ് നന്നായിട്ട് തിക്കാവണം. ഇതിപ്പോൾ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത്, നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര സിറപ്പൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്കാവണം. ചിലവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര സിറപ്പ് നല്ല തിക്കായതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ജ്യൂസ് ഒഴിച്ചു കൊടുക്കും. പക്ഷെ നമ്മളിപ്പോൾ നെല്ലിക്ക നീര് ഇച്ചിരി ലൂസായി എടുത്തിരിക്കുന്ന കാരണം അത് കുറച്ച് അതിലത്തെ വെള്ളം കളയേണ്ടതായതുകൊണ്ടാണ് ഞാനിതിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിലത്തെ ഈ പതയൊക്കെ ഒന്ന് മാറ്റട്ടെ. കുറച്ചും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ പത വരും. അപ്പം ആ പത വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പത മാത്രം റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതൊരു കുറച്ച് സമയം പിടിക്കും നല്ല തിക്ക് സിറപ്പായിട്ട് വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് വരെ കിടന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പോഴും പത വന്നിട്ടുണ്ട്, അത് നമുക്ക് കളയണം. നമ്മൾ പുറത്തുനിന്ന് സ്ക്വാഷ് വാങ്ങിക്കുമ്പോഴത്തെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയില്ലേ, കുറച്ച് തിക്കായിട്ടുള്ളതല്ലേ. അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത് അല്ലേ. എൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ പതയാൻ തുടങ്ങും. പതഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് പതക്ക് കംപ്ലീറ്റ് അടങ്ങും. അപ്പോൾ അപ്പോഴേക്കിനും നമ്മുടെ സിറപ്പും റെഡി ആയിക്കാണ്, സ്ക്വാഷും റെഡി ആകും. കൊണ്ട് അവസാനം നമുക്ക് കുറച്ചും കൂടെ തിക്നെസ് ആയതിന് ശേഷമാണ് ലെമൺ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ ഒരു നല്ല കുഴിയുള്ള പാത്രം എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പതഞ്ഞ് വരുന്നത് കാണുമ്പോൾ സമയത്ത് തീ കുറയ്ക്കണേ, അല്ലാന്ന് വെച്ചാൽ പുറത്തേക്ക് പെട്ടെന്ന് അങ്ങ് ചാടിപ്പോവും. പിന്നെ എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കിയതൊക്കെ മുഴുവൻ വേസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ആവാറായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിറപ്പ്, നമ്മുടെ സ്ക്വാഷ് റെഡി ആയിക്കിട്ടും. ആ തിക്നെസ് നമുക്ക് നോക്കണം. മധുരം ഇതിൽ കുറവാന്ന് തോന്നുന്നു സ്ക്വാഷ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക, പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ 3 ഗ്ലാസ് പഞ്ചസാര തന്നെ ധാരാളം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പതുക്കെ കെട്ട് അടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ സിറപ്പ് സ്പൂണോണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും, ആ തിക്നെസ് ഫീൽ ചെയ്യും നിങ്ങൾക്ക്. പിന്നെ ഒഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ലേ നമ്മൾ കഴിക്കുന്ന സ്ക്വാഷിൻ്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് നമുക്ക് ഇനി അവസാനമായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്പം മാത്രം മതി, ഒരുപാട് ഇടാൻ പാടില്ലേ. ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലാസ്റ്റ് എന്താ, ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടും ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് എങ്കിലും കുക്ക് ചെയ്യണം. കണ്ടില്ല കൺസിസ്റ്റൻസി, കണ്ടില്ല തിക്കാണ് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കിത് അരിച്ച് ഒഴിച്ച് വെക്കണം. അതിന് ചൂടാറിയതിന് ശേഷം മാത്രം നല്ല ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഒഴിക്കാൻ പാടുള്ളൂ. പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും എടുത്ത് ഒഴിച്ച് വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഗ്ലാസിൻ്റെ കുപ്പിയാണെങ്കിൽ നന്നായി സ്റ്റെറിലൈസ് ചെയ്തിട്ട്, അതായത് ചൂടുവെള്ളത്തിൽ നന്നായി കഴുകി ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം തിളപ്പിക്കാൻ പറ്റുന്നത് അത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കുക. അതിലത്തെ കംപ്ലീറ്റ് വെള്ളം വറ്റിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഈ സ്ക്വാഷ് ഒഴിച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കുക്കായതിനു ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ സ്ക്വാഷിൽ അത്യാവശ്യം പുളി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ 1/2 ഗ്ലാസ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ പുളി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുത്ത് നോക്കുക. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യും, 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഞാനിപ്പോൾ അത്യാവശ്യം 1/2 ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം മതി, ഓഫ് ചെയ്തു. ഇനി തണുത്തതിന് ശേഷം നമുക്കിതങ്ങ് അരിച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ സ്ക്വാഷിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്, നല്ല തണുത്തിട്ടുണ്ട്. കണ്ട കൺസിസ്റ്റൻസി നോക്കിയേ, ആ ഒരു നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമ്മുടെ സ്ക്വാഷിന് വന്നിരിക്കുന്നത്. നമുക്കിനി ഇത് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അരിപ്പയിലും പാത്രത്തിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി വെള്ളം തട്ടണ്ട. അതിലേക്ക് നമുക്ക് സ്ക്വാഷ് ഒഴിച്ചതിന് ശേഷം അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരിക്കലും ചെയ്യുമ്പോഴും ചെറിയൊരു എമൗണ്ടിൽ ചെയ്ത് നോക്കൂ. അതിനുശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് വലിയ അളവിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ്. ഒരു സംഭവം പരീക്ഷിക്കുമ്പോൾ എപ്പോഴും ചെറിയ അളവിലേ ഞാൻ ചെയ്ത് നോക്കാറുള്ളൂ. അപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത്. കാരണം എല്ലാവർക്കും എല്ലാ റെസിപ്പി ഇഷ്ടമാണെന്ന് നിർബന്ധം പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. കണ്ട മൊത്തത്തിൽ അപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചൂടാറിയതാണ്. ഞാനിപ്പോൾ ഒരു കുപ്പിയിലാക്കി വെക്കാൻ പോവുകയാണ് ഫ്രിഡ്ജിൽ. തണുത്തതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് സ്ക്വാഷായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുപ്പി എടുക്കുക. കുപ്പി ഞാനിവിടെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന കുപ്പിയാണ്. ഇതിലൊരു തരി പോലും വെള്ളം ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല കുപ്പി എടുക്കുക. അപ്പോൾ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നല്ലൊരു ഗോൾഡൻ കളർ വന്നത് നമ്മുടെ ക്യാരറ്റിൻ്റെ ആണ് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോസപ്പ് കാണിച്ചു തരാം ഈ കൺസിസ്റ്റൻസി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. നമ്മുടെ കുപ്പിയുടെ 3/4 ഭാഗത്തോളം ഉണ്ട് കേട്ടോ, കുറച്ച് ബാക്കിയുണ്ട്. ശരിക്കും
തേൻ്റെ തിക്നെസ്സാണ് നമ്മുടെ സ്ക്വാഷിന് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു തിക്നെസ് തണുക്കുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഞാനതിലേക്ക് കുപ്പിയിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ. മൊത്തത്തിൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. തണുത്തതിന് ശേഷം സ്ക്വാഷ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എത്ര കാലം ഇരിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. ചെറുനാരങ്ങ നീര് ചെറിയ പ്രിസർവേറ്റീവായി വർക്ക് ചെയ്യും, എങ്കിൽ പോലും വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം ഒരുപാട് കാലം ഇരിക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും 1 മാസം ഇരിക്കും അത് ഞാൻ ഗ്യാരണ്ടി തരുവാണ്. എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക, അപ്പം തന്നെ തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ നമ്മുടെ സ്ക്വാഷ് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സ്ക്വാഷ് ഉണ്ടാക്കി കാണിച്ചു തരാം എങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സിലേക്ക് ഒരു ചെറിയ പോർഷൻ മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, കാരണം ഇത് നല്ല മധുരമാണ് ഇതിന്. അതുകൊണ്ട് അല്പം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇത്ര മതി കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട. 1/4 ഗ്ലാസ്സിൽ താഴെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഐസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം, സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ തൊണ്ട എപ്പോഴും പ്രശ്നമായതുകൊണ്ട് ഞാൻ സാധാരണ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളെ ബേസിൽ സീഡ്സ്, നാട്ടിലാണെങ്കിൽ കസകസ. ഇവിടെ കസകസ ബാൻ ആയിരിക്കുന്ന കാരണം ഞാനിപ്പോൾ ഇവിടെ സബ്ജ സീഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് സബ്ജ സീഡ്സ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. കുലുക്കി സർബത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ, സെയിം സംഭവം തന്നെ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ വരുന്നൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. അത് മാത്രം നല്ല കൂളിംഗ് ഏജന്റ് ആണ്, നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് പ്രദാനം ചെയ്യുന്ന സംഭവമാണ് സബ്ജ സീഡ്സ്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്, ഐസ് വാട്ടർ അല്ല, ഞാൻ പറഞ്ഞിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സിറപ്പ് പോരാന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് സിറപ്പ് ഒഴിക്കണ്ട, കാരണം ഒരുപാട് സിറപ്പായി കഴിഞ്ഞാൽ നമുക്ക് മധുരം കൂടി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. എപ്പോഴും ലൈറ്റ് മധുരത്തിലാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലേക്ക് മിൻറ്റ് ലീവ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ ഈ ഒരു മധുരം എന്ന് പറയുന്നത്. അപ്പോൾ ഐസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഐസ് ഉണ്ടെങ്കിൽ ഐസ് ഇടാം. അപ്പോൾ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കുടിച്ച് നോക്കിയിട്ട് സിറപ്പ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഞാൻ വരുമ്പോൾ കൊടുക്കാം. ഇപ്പോൾ ഞാൻ മാത്രം ഒന്ന് കുടിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കുടിക്കട്ടെ. ആഹാ, കറക്റ്റാണ് കേട്ടോ ഞാൻ ഒഴിച്ച അളവെന്ന് പറയുന്നത്. എനിക്ക് പെർഫെക്റ്റ് മധുരമാണ്. ഒരു മനുഷ്യൻ പറയില്ല കേട്ടോ നെല്ലിക്കയാന്ന്, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. ആവശ്യത്തിനുള്ള പുളിയാണ്, കറക്റ്റാണ്. പുളിയും മധുരവും എല്ലാം കറക്റ്റാണ്. ചവർപ്പ് ടേസ്റ്റേ ഇല്ല, അടിപൊളിയായിട്ടുണ്ട്. ഈ ചൂടുകാലത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്ക്വാഷാണിത്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ നെല്ലിക്ക അവൈലബിൾ ആണ്. ഇപ്പോൾ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ ദുബായിലാണെങ്കിലും നെല്ലിക്ക നല്ലോണം കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് കുറെ പേർക്ക് സംശയം ഉണ്ടായിരുന്നു, എന്താണ് ചേച്ചി അച്ചിങ്ങ പയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ അധികം മൂക്കാത്ത പയറിനെയാണ് നമ്മൾ അച്ചിങ്ങ പയർ എന്ന് പറയുക. അതേസമയം കുറച്ച് മൂത്തിട്ടുള്ള പയറാണ് നമ്മൾ മണിപ്പയറായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഉള്ളിൽ ഇതേപോലെ തുറക്കുമ്പോൾ ഇപ്പം മണികളൊക്കെ നല്ല ബ്രൗൺ കളറിലുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ മണിപ്പയറായിട്ട് ഉരിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് മാത്രം നമ്മൾ കൂട്ടാൻ വെക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ അച്ചിങ്ങപ്പയർ ഇത് കൂടെ മിക്സ് ചെയ്ത് കൂട്ടാനും വെക്കാം. പക്ഷേ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം മണിപ്പയർ മാത്രം ഉണ്ടാക്കാനാണ്. അങ്ങനെയാണ് നമുക്ക്. അപ്പോൾ ഒരേ പയർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടത്, എന്താണ് ചേച്ചി എന്ന് പറഞ്ഞാൽ കുറേ സംശയങ്ങളുണ്ടായിരുന്നു പഴയ വീഡിയോ കണ്ടപ്പോൾ. അന്ന് ഞാൻ ഒരുപാട് സംസാരിക്കാത്ത കാരണം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോ വഴി. ഇപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ എല്ലാം പണിയെടുക്കട്ടെ, ഉലിഞ്ഞെടുക്കട്ടെ. ഹെൽപ്പിംഗ് അമ്മ.